ഞങ്ങൾ ഗാന്ധർഗ് വില്ലേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗാന്ധർഗ് വില്ലേജിലെ പെൺകുട്ടികളെ കാണാൻ വേണ്ടിയിട്ടാണ്. പൈസ ഇനി പെൺകുട്ടികളെ കാണാൻ വേണ്ടി പോകുന്നല്ല. അതല്ല പിന്നെ എല്ലാരും പറയുന്നത് അവിടെ ഭയങ്കര പെൺകുട്ടികളാണ്. അവിടുത്തെ പെൺകുട്ടികൾ ഭയങ്കരാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് ഞങ്ങളൊന്ന് പോയിട്ട് അറിയണ്ടേ. ഇത് പോകുന്ന വഴിക്കുള്ള വ്യൂസ്. പറന്നിറങ്ങാം. Right? The black horse. Black horse? Yeah, the local Fagali runs small, tiny hotel there. Right? If you see our names, there also don't forget to see that guy. സമയം രാത്രി 7 മണി. ഇവിടുത്തെ ഇതൊക്കെ നോക്കണേ നിങ്ങള്. എന്താ ഗൈസ്, look at this guys. Oh my god. അപ്പൊ എന്താ പറയാനുള്ളേ? എവിടെയുള്ള ഗാന്ധർഗ് വില്ലേജ് എത്താൻ 18 കിലോമീറ്റർ ഗൈസ്. അത് കാണു ഗൈസ്, അത് ഞങ്ങൾ വിചാരിച്ചത് ഗാന്ധർഗ് വില്ലേജിൽ മാത്രം പോയിട്ട് തിരിച്ചു തരാന്നാ. ഇത് അന്നപൂർണ്ണൻ്റെ ആ ഒരു ഏരിയ ആയതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പെർമിറ്റ് എടുക്കണം. അത് ഇപ്പം ഇനി എന്തായാലും പറ്റില്ല. ഇപ്പം ഇനി പറ്റില്ല, നാളെ കൊണ്ടിനി പറ്റൂല. ഞങ്ങളുടെ കയ്യിൽ പൈസ കുറച്ച് ഷോർട്ടായതുകൊണ്ടും നമ്മൾ ഗാന്ധർഗ് വില്ലേജ് എന്ന സ്വപ്നം ഇവിടെ വിട്ടിരിക്കുന്നു. എന്നാലും ഓല് അവിടെയുള്ള പട്ടാൾക്കാരോട് ഞങ്ങൾക്ക് നടന്നു പോയിട്ട് അങ്ങോട്ട് കറങ്ങി പോയിട്ട് വരാമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ബൈ വാക്ക് വണ്ടി അവിടെ വെച്ച് ഇതെവിടെ മറ്റേ നടന്ന് കാണാൻ വേണ്ടി കാഠ്മണ്ഡു ഈ ഏരിയയിലൊക്കെ പോയാൽ ഞങ്ങൾ എന്താണ് ചൂട് കൊണ്ട് ചാവും. ആരെന്താ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ റെയിൻ സീസണാണ്. ഏകദേശം 200 കിലോമീറ്റർ താണ്ടി ഇപ്പുറം വന്നാൽ ഇവിടെ മഴക്കാലോ, അപ്പുറം പോയി കഴിഞ്ഞാൽ അവിടെ വേനൽക്കാലമാണ്. ഇപ്പം നേപ്പാള് ഭയങ്കര അവസ്ഥയാണ് ഇവിടുത്തെ. ഹെവി എന്ന് വെച്ചാൽ ഹെവി. എനിക്ക് ഇതിനെ കാണിക്കാൻ പറ്റുന്നില്ല, വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നില്ല. അമ്മാതിരി വെള്ളം. ഈ സ്വപ്നം ഞങ്ങളെ കൊണ്ട് പറ്റൂല. നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് ടൈം ഓക്കെ അല്ലേ പൈസ? ഉറപ്പായിട്ട് വന്നിരിക്കും. ഇതിന്റെ റൂട്ട് മാപ്പ് കാര്യങ്ങൾ എല്ലാം കണ്ടോ. നെക്സ്റ്റ് ടൈം ഞങ്ങൾ പോയിരിക്കും ഇൻഷാ അല്ലാഹ്. നമ്മളിപ്പോ കണ്ട മൗണ്ടൈൻ ഇതാണ്, മച്ചപ്പിഞ്ചിറ എന്ന് പറഞ്ഞിട്ടുള്ള മൗണ്ടൈൻ ആണ് നമ്മൾ കണ്ടത്. അതിന്റെ അപ്പുറം അന്നപൂർണ സൗത്ത്
ഇവിടെ ഇൻഷാല്ല ഇക്കൊല്ലം പോകാൻ പറ്റിയില്ല, അടുത്ത പ്രാവശ്യം ഞങ്ങൾ പോയിരിക്കും ഉറപ്പായിട്ടും പോയിരിക്കും. റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉള്ളത് കൊണ്ടും ഉറപ്പായിട്ട് ഞങ്ങള് പോയിരിക്കും. ഇത് നമുക്ക് ഇവിടത്തോളം എത്തി. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത് ഇവിടെയാന്നുള്ളത്. നമുക്ക് അറിയില്ല ഇതിനെ പറ്റി വലിയ ഒരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ, ഈ ഒരു ഐഡിയ ഉണ്ടായിരുന്ന ഉറപ്പായിട്ടും എല്ലാ പ്ലാനും ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടാവും. ഷുവറായിട്ടും ഉറപ്പായിട്ടും ചെയ്തിരിക്കും, ഒന്നും പറയാനില്ല. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് സ്റ്റേ അടിക്കാൻ പോകുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മുടെ റൂം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റൂം. വാട്ടർഫോൾ. ഗൈസ്, ഇന്ന് രാത്രി ഞങ്ങൾ ഇതിന്റെ കൂടെ ഒലിച്ചു പോകുന്നതാണ്. പോയിട്ടില്ലേ, നാളത്തെ വ്ളോഗിൽ കാണാം. എങ്ങനെയുണ്ട് ഇവിടുത്തെ റൂം എക്സ്പീരിയൻസ്? ഒന്നും പറയാനില്ല ഗൈസ്, ഒരു പൊളി വൈബ്. ഗൈസ്, നമ്മളിൽ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ കാലത്തിന് ശേഷമാണ് കുക്ക് ചെയ്യാണ്ട് കഴിക്കുന്നത്. എന്തെല്ലാം ഉള്ളേ? ദാലുണ്ട്, മാങ്ങയുണ്ട്, എന്തോ ഒരു അച്ചാറുണ്ട്, പിന്നെ കടല, കപ്പ വിത്ത് കടല, പിന്നെ തക്കാളി ചട്നി. ഇതാണ് ഡിന്നർ. ഇവിടെയാണ്, ഇതാണ് റെസ്റ്റോറന്റ്. ഇവരുടെ റൂമിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, നാളത്തെ ഒരു ദിവസം ആലോചിച്ച് ഉറപ്പ് എങ്ങനെ എഡിറ്റ് ചെയ്യണം, എങ്ങനെ തുള്ളണം, എന്തൊക്കെയോ ഉണ്ട് ഗൈസ്. കുറെ കാലങ്ങളായിട്ടുള്ള സ്വപ്നമാണ് ഗൈസ്. അയ്യോ